ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ആ മനുഷ്യൻ അദൃശ്യനാകാനുള്ള വിദ്യ സ്വയം പരിശീലിക്കുകയായിരുന്നു. 4 ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനു ശേഷം ഒടുവിൽ അയാൾക്ക് അതിൽ വിജയിക്കാൻ കഴിഞ്ഞു. അയാളുടെ രീതി വളരെ ലളിതമായിരുന്നു. ശബ്ദമുണ്ടാക്കാതിരിക്കാൻ അയാൾ ഷൂസുകൾ ഊരിവെച്ചു. ജയിൽ മുറി സൂക്ഷ്മമായി പഠിച്ച് കാവൽക്കാരന്റെ കാഴ്ചയിലെ ബ്ലൈൻഡ് സ്പോട്ട്സ് എവിടെയാണെന്ന് മനസ്സിലാക്കി. ഒരു ദിവസം ഒരു കാവൽക്കാരൻ മുറി പരിശോധിക്കാൻ വന്നപ്പോൾ അത് ഒഴിഞ്ഞുകിടക്കുന്നതായി കണ്ടു. അയാൾ വാതിൽ തുറന്ന് മുറിയിൽ മുഴുവൻ തിരഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ ഒരു മൂലയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. കാവൽക്കാരൻ തമാശ കളിക്കരുതെന്ന് അയാൾക്ക് മുന്നറിയിപ്പ് നൽകി. അതൊന്നും ആ മനുഷ്യൻ കാര്യമാക്കിയില്ല. അടുത്ത തവണ കാവൽക്കാരൻ പരിശോധിച്ചപ്പോൾ ആ മനുഷ്യൻ വീണ്ടും അപ്രത്യക്ഷനായിരുന്നു. ദേഷ്യം വന്ന കാവൽക്കാരൻ അയാൾ അതേ മൂലയിൽ തന്നെ ഉണ്ടാകുമെന്നുറപ്പിച്ച് മുറിക്കുള്ളിലേക്ക് ഓടിക്കയറി. പക്ഷേ എല്ലായിടത്തും തെരഞ്ഞിട്ടും അയാൾക്ക് ആ മനുഷ്യനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ കാവൽക്കാരൻ മുകളിലേക്ക് നോക്കി. ആ മനുഷ്യൻ വാതിലിന് മുകളിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. കാവൽക്കാരൻ അലറുകയും ലാത്തികൊണ്ട് അയാളെ അടിക്കുകയും ചെയ്തു. പക്ഷേ ആ മനുഷ്യൻ അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. അയാളുടെ അദൃശ്യവിദ്യ ഒടുവിൽ ഫലിക്കാൻ തുടങ്ങിയിരുന്നു. അത് പൂർണ്ണമാക്കാൻ അയാൾ കൈകൾ നീട്ടി. തന്റെ കൈപ്പത്തികൾ സ്വന്തം കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നതുവരെ പതിയെ ചലിപ്പിച്ച് ആംഗിൾ ക്രമീകരിച്ചു. കാവൽക്കാരന്റെ കാഴ്ചയിൽ നിന്ന് മാറി അയാൾക്ക് പിന്നിൽ നിശബ്ദമായി നിൽക്കുക എന്നതായിരുന്നു അതിലെ പ്രധാന കാര്യം. അങ്ങനെ ഒരു തരത്തിൽ അയാൾ അദൃശ്യനായി മാറി. ഇനി അത് പ്രവൃത്തിയിൽ പരീക്ഷിക്കാനുള്ള സമയമായിരുന്നു. അടുത്ത തവണ കാവൽക്കാരൻ പരിശോധിക്കാൻ വന്നപ്പോൾ സെല്ലിനുള്ളിൽ ഒരു ജോഡി വസ്ത്രങ്ങൾ മാത്രം കണ്ടു. അയാൾ മുകളിലേക്കും താഴേക്കും നോക്കിയെങ്കിലും ആ മനുഷ്യനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ കാവൽക്കാരന്റെ പിന്നിൽ അയാളുടെ ഓരോ ചലനങ്ങളെയും അനുകരിച്ച് ഒളിച്ചു നിൽക്കുകയായിരുന്നു. എന്തോ ഒരു പന്തികേടുണ്ടെന്ന് കാവൽക്കാരന് തോന്നി. ആ മനുഷ്യൻ അടുത്തെവിടെയോ ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷെ എത്ര നോക്കിയിട്ടും അയാൾക്ക് ആ മനുഷ്യനെ കാണാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തറയിൽ നേർത്ത ഒരു നിഴൽ അയാൾ ശ്രദ്ധിച്ചു. അത് ആ മനുഷ്യന്റെ നിഴലായിരുന്നു. കാവൽക്കാരൻ ലാത്തികൊണ്ട് അയാളെ അടിച്ചു. പക്ഷേ ആ മനുഷ്യൻ പുഞ്ചിരിച്ചു. കൂടുതൽ പരിശീലനത്തിലൂടെ ആ മനുഷ്യന്റെ വിദ്യ ഏതാണ്ട് പൂർണ്ണമായി. അയാളുടെ നിഴൽ പോലും സെല്ലിനുള്ളിൽ കണ്ടെത്താൻ കഴിയാത്ത നിലയിലെത്തി. മറ്റൊരു പരിശോധനയ്ക്കിടെ കാവൽക്കാരൻ വീണ്ടും സെൽ ഒഴിഞ്ഞുകിടക്കുന്നതായി കണ്ടു. നിരാശനായ അയാൾ ആ മനുഷ്യനെ പാതി ജീവനോടെയെങ്കിലും അടിച്ചുകൊല്ലുമെന്ന് ശപഥം ചെയ്തു. പക്ഷേ എല്ലായിടത്തും തറയിൽ പോലും തെരഞ്ഞിട്ടും അയാൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു കൈ അയാളെ അടിച്ചു. ആ മനുഷ്യൻ കാവൽക്കാരനെ താഴെയിട്ടു. കാവൽക്കാരൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ആ മനുഷ്യൻ വീണ്ടും അയാളെ അടിച്ചു. അയാൾ മുറിക്ക് പുറത്തേക്ക് തെറിച്ചുപോയി. കാവൽക്കാരൻ ഭയന്നു. ആ മനുഷ്യൻ ഒരു പ്രേതത്തെപ്പോലെയായി മാറിയിരുന്നു. അദൃശ്യനും തൊടാൻ കഴിയാത്തവനുമായി. എന്നാൽ ആ മനുഷ്യൻ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ തയ്യാറെടുക്കുമ്പോൾ പോലീസ് അയാളെ അറിയിച്ചു. അയാളുടെ ശിക്ഷാ കാലാവധി പൂർത്തിയായി. ഇനി സ്വതന്ത്രമായി പോകാമെന്ന് പറഞ്ഞു.